ഈ ഒരു സമയം റിലേഷൻഷിപ്പിനെ കുറിച്ച് റൊമാൻസ് ഏഞ്ചൽസ് എന്ത് മെസ്സേജസ് ആണ് നിങ്ങളെ അറിയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചിലവർ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നവരായിരിക്കാം, ചിലവർ ഓൾറെഡി റിലേഷൻഷിപ്പിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം, ചിലവർ സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് മെസ്സേജസ് ആണ് ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് 2 കാർഡ്സ് തിരഞ്ഞെടുക്കുന്നുണ്ട്. കാർഡ് നമ്പർ 1 ആൻഡ് കാർഡ് നമ്പർ 2. ഈ 2 കാർഡ്സിൽ നിന്നും ഒരു കാർഡ് നന്നായി പ്രാർത്ഥിച്ച് തിരഞ്ഞെടുക്കുക. അപ്പോൾ വേണ്ടവരൊന്ന് പോസ് ചെയ്ത് തിരഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം കാർഡ് നമ്പർ 1 ലഭിച്ചവർക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, റീകൺസിലിയേഷൻ എനർജിയാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്ക് വന്നിരിക്കുന്നത്. സം വൺ ഫ്രം യുവർ പാസ്റ്റ് ഈസ് റിട്ടേണിങ് ടു യുവർ ലൈഫ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള സ്ട്രോങ് റീകൺസിലിയേഷൻ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു. നിങ്ങളുടെ പാസ്റ്റിലുള്ള ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി കാർഡ് നമ്പർ 2 ചൂസ് ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ് എന്നുള്ളതാണ്. ദ സൈൻസ് ആർ കോഷനിങ് യു. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ ഈ ഒരു സമയം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ട് വിട്ടുകളയാതെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽസ് നിങ്ങളെ അറിയിക്കുന്ന മെസ്സേജസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് യൂണിവേഴ്സായിട്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊന്ന് ഡീപ്പായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഏത് പയലാണ് ചൂസ് ചെയ്തതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക.